ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. അപ്പം ഒരു 7 ഓനിയൻ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉള്ളിവാട്ടിയതും പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോഴിക്കോടൻ ഏരിയയിൽ പത്തിരി ഫേമസ് ആണല്ലോ. അപ്പം ഒരു 5-6 പീസ് ഇഞ്ചി ഞാൻ ചതച്ച് വെച്ച ഇഞ്ചിയാണേ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഉള്ളിവാട്ടിയതാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കടായി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിക്കുകയാണ്. അപ്പം ഒരു 7 ഉള്ളി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം എണ്ണ, അധികം ഒന്നും ഒരുപാടല്ല, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 4 ഗ്രാമ്പു, പിന്നെ ഒരു പട്ട ഉണ്ടല്ലോ, കറുവപ്പട്ട, അതൊരു ഉള്ളിക്ക് അനുസരിച്ചിട്ട് കേട്ടോ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കുത്തും ആ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഇതിൽ ഞാനൊരു 4-5 പീസ് ചെറിയ കറുവപ്പട്ടയാണ്. നമ്മൾ ഫസ്റ്റ് ഗ്രാമ്പു ഇട്ടു, കറുവപ്പട്ട ആണ് ഫസ്റ്റ് ഇട്ടത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഗ്രാമ്പു ഇടുകയാണ്. ഗ്രാമ്പു ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിങ്ങനെ ഓടി നടക്കും, പൊട്ടുകയും ചെയ്യും ചില സമയത്ത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ, ഓടുന്നത് കണ്ടില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഗ്രാമ്പു ഇടാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ച് ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും വേണ്ട, ഒരു അര മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതൊന്ന് ആയി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉള്ളി നമുക്കിടാം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന ഉള്ളി വാട്ടിയതാണ്. നമുക്കത് മുട്ട റോസ്റ്റായി കിട്ടണമെന്ന് വെച്ചാൽ എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഞാനിന്ന് എഗ്ഗ് കാണിക്കുന്നില്ല. ഇത് നമുക്ക് ചെമ്മീൻ ഫ്രൈ വെക്കാനും ഒക്കെ ഈ മെത്തേഡ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉള്ളി ഇട്ടു. അത്ര നൈസായിട്ട് എനിക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കാലത്തെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ചീവീടിൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അതൊന്ന് നിങ്ങൾ എന്താ പറയുക, ഒന്നും വിചാരിക്കരുത്, ജനൽ തുറന്നിട്ടത് കൊണ്ടാണ് സൗണ്ട്. അപ്പോൾ മരത്തിൻ്റെ ഒരു കടായിയാണ് മരത്തിൻ്റെ ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇളക്കാൻ. എന്താണെന്ന് വെച്ചാൽ മറ്റേ സ്റ്റീലിൻ്റെയൊക്കെ ഉപയോഗിക്കുമ്പം കടായിൽ ഇങ്ങനെ പാടുകൾ വീഴാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം ആ ഉള്ളി ഒന്ന് ഒതുക്കി കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ചിലർ ആദ്യം തന്നെ ഉപ്പിടും, ഞാൻ ആദ്യം തന്നെ ഉപ്പിടാറില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയതിന് ശേഷമാണ് ഉപ്പിടാറുള്ളത്. അപ്പം അതിലേക്ക് ഒരു 3 എരിവുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന്. ഇതൊന്ന് നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വാടി കിട്ടണ്ടേന്ന് വിചാരിക്കും. പക്ഷേ ഇതൊന്ന് വാട്ടി എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, അത് കഴിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല. നമ്മളത് മിക്സ് ചെയ്തൊന്ന് സെറ്റായി കിട്ടിയാൽ സ്ലോവിലിട്ടിട്ട് നമ്മളത് മെല്ലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഒന്ന് വാടി കിട്ടാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി നമുക്ക് പത്തിരിക്കുള്ള വെള്ളം വെച്ചതാണ്. ഞാനൊരു 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം മുഴുവൻ ചിലപ്പോൾ ആവശ്യം വരില്ല. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഉള്ളി കണ്ടോ, ഉള്ളി നമ്മൾ മൂടി വെച്ചിട്ട് ഒരു സ്ലോയിൽ വെച്ചിട്ട് ആണ് ചെയ്യുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉപ്പ് നോക്കിയിട്ടിടണം, കാരണം ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇത്തിരിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ പത്തിരിക്കുള്ള മാവ്, നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ, പത്തിരിക്കുള്ള പൊടി. ഞാനൊരു 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനത് അളന്നിട്ടല്ല, എനിക്കതിൻ്റെ ചെയ്ത് ഏകദേശം അളവ് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടാവുക പത്തിരിക്ക്. നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണേ, പുട്ടിനേക്കാളും നൈസായിട്ടുള്ള പത്തിരിപ്പൊടി എടുത്തിട്ട് ഈ വെള്ളം അപ്പോഴേക്കും തിളച്ചു. ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പൊടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ എന്താ പറയുക, ചട്ടുകം എന്ന് പറയും ഇവിടെ, ചട്ടുകം, ഞാൻ ചട്ടുകം എന്നാണെന്ന് പറയുക, നിങ്ങളെന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി പരുവത്തിലെടുക്കണം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടുകം ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ട് ചട്ടുകം കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. വെള്ളം കൂടാതെ നോക്കണേ. വെള്ളം ഇത്തിരി കുറഞ്ഞാലും നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് സെറ്റാക്കാം. കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇവിടെ ഇതാ ഉള്ളി വാടിയിട്ട് ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട്. നോക്കൂ, കണ്ടോ? ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ച, അതായത് ഒരുപാട് വെള്ളം കുറഞ്ഞാലും ഹാർഡാവും പത്തിരി. അപ്പോൾ ഏകദേശം നോക്കിയിട്ട് നമുക്കത് 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ഞാൻ 2-3 തക്കാളി, 3 ചെറിയ തക്കാളി അരിഞ്ഞതാണേ, അത് ആ ഉള്ളിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇപ്പം തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അത്രയും ഉള്ളി വാടിയിട്ട് ഇത്രയും ആയി. കണ്ടോ? ഫസ്റ്റ് ഒരുപാട് ഉള്ളിയായിട്ട് നമുക്ക് തോന്നി. ഉള്ളി വാട്ടിയത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അതുകൊണ്ട് ഇത് പ്രത്യേകം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. തക്കാളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ലോണം അതും നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണിത്. പത്തിരിയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നമുക്ക് ചോറിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നോക്കൂ, നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം. അടി പിടിക്കാതെ നോക്കണം. അടി പിടിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവുമല്ലോ ഉണ്ടാവുക. അപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. മുളക് പൊടി കുറച്ചധികം, കാരണം ഉള്ളി വാടിക്കഴിഞ്ഞാൽ മധുരമാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ തക്കാളിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് എരിവ് ചേർത്താലേ, എരിവും കൂടി ആവുമ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മധുരം മാത്രമാണ് മുന്നിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളി ആവുമ്പോൾ ഉള്ളി വാട്ടിയതിലേക്ക് കുറച്ചധികം എരിവിട്ടാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ആവി കാരണമാണ് ഒന്നും കാണാത്തത്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഈ അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട്, ഉള്ളി വാട്ടുന്നതും അങ്ങനെ തന്നെയാണ്, ലൈറ്റായൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ, ഉള്ളി അടുത്ത് നിന്ന് തന്നെ വാട്ടണം എന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പത്തിരിയുടെ മാവ് നന്നായിട്ട് ആറണ്ട, നല്ലോണം തണുത്ത് പോവാതെ ഒരു ലൈറ്റ് ചൂടുള്ള സമയത്ത് നോക്കിയിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ? ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കുക. എനിക്കത് ചെയ്ത അളവ് ഓക്കെയാണ്. നിങ്ങൾക്കത് വെള്ളം ഇത്തിരി കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളത്തിൽ ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ട് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക, സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി നമ്മൾ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് നോക്കൂ, വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ഹാർഡാവില്ല. അതുമാതിരി തന്നെ ഇതിനും നല്ലോണം വെള്ളം കുറഞ്ഞ് കുഴച്ചെടുത്താൽ ഇത്തിരി ഹാർഡായിരിക്കും. ഇത് നോക്കൂ, നല്ല പത് എന്നുണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. അപ്പം നമ്മളിത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിനി ചപ്പാത്തി പ്രസ് ചെയ്യുന്ന ആ ഒരു ഇതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെച്ചിട്ടാണ് അമർത്തിയെടുക്കാൻ പോകുന്നത്. ഞാൻ 2 നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവർ, അത് ഏത് കവറായാലും കുഴപ്പമില്ല, അതൊന്ന് നൈസായിട്ട് ചതുരത്തിൽ അതിൻ്റെ പാകത്തിന് കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. ഇത് തലേ ദിവസം ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ കവർ മാറ്റാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ ഒരു ഓരോ ബോൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തുക. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പ്രസ് ചെയ്തെടുക്കാനും പാടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ കറക്റ്റ് വെള്ളം നല്ല സോഫ്റ്റായിട്ടിരിക്കുമ്പോൾ 2 പ്രസ്സിങ്ങിൽ നമുക്കത് പരത്തി എടുക്കാൻ പറ്റും. പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ സൈസിന് കിട്ടും നമുക്ക്. കണ്ടോ? കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുകളിലത്തെ കവർ എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, കവറോട് കൂടി കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു നാക്കുണ്ട് ആ ഒരു പത്തിരി എടുക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുകയല്ല, നമുക്കത് ചെയ്ത് ശീലമാവാനുണ്ട്. കോഴിക്കോടുള്ളവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. മറ്റ് ജില്ലകളിൽ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മലപ്പുറം ഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. തൃശ്ശൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പത്തിരി അധികം യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഇപ്പം നോക്കൂ, നമ്മുടെ ഉള്ളി വാട്ടിയത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് മിക്സാക്കി എടുക്കുകയാണ്. കറിവേപ്പില ഞാൻ കഴുകാനാക്കിയിട്ട് ഉപ്പുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. കറിവേപ്പില ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് എടുക്കുക. ഇന്ന് ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കഴുകിയത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയും ഉള്ളി വാട്ടിയിട്ട് നമുക്ക് ഇത്രയും ആയി കണ്ടോ. ഇത് കഴിക്കാനാണെങ്കിൽ അപാര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതായത് ആ ഗ്രാമ്പൂ, പട്ട, പിന്നെ ആ ചിക്കൻ മസാല എല്ലാം ചേർന്നിട്ട് നോൺ വെജ് ഇഷ്ടമുള്ളവർക്കും ഇത് ഇഷ്ടമാവും. നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുകയാണ്. അപ്പം നല്ല ഭംഗിയില്ലേ ഉള്ളി വാട്ടിയത് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്കിത് മുട്ട റോസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ മുട്ട വേവിച്ചിട്ട് ബോയിൽ ചെയ്തിട്ട് തൊലി കളഞ്ഞ് വരയുക. ഇങ്ങനെ വരഞ്ഞിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മുട്ട റോസ്റ്റായി. പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് പത്തിരി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. പത്തിരി ഇട്ടു. ഇത് ഒരുപാട് ഇങ്ങനെ മറിച്ച് ഇടണ്ട. നമ്മൾ ഫസ്റ്റ് ഇടുക. അത് കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടുക. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുക. എനിക്ക് അങ്ങനെ ചെയ്ത് ശീലമായി. തിരിച്ചിട്ടിട്ടും നമ്മൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ മൂന്നാമത്തെ തിരിച്ചിടല കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഞാൻ മരത്തിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ അമർത്തി കൊടുത്താൽ അത് ബോൾ മാതിരി ഇങ്ങ് പൊങ്ങി വരും. അത്രയേ ഉള്ളൂ അതിൻ്റെ വേവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം തന്നെ അതിൻ്റെ പകുതി വേവ് കഴിഞ്ഞതാണ്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പത്തിരി നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ചിലരതിൽ നെയ്യ് മിക്സ് ചെയ്ത് കുഴയ്ക്കും. നമുക്ക് ഇഷ്ടമുള്ള മാതിരി അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓക്കെയാണ് കണ്ടോ. ഇത്രയേ ഉള്ളൂ പത്തിരി. ഓക്കെ, നല്ല സോഫ്റ്റും ആയിരിക്കും. മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ചിട്ടാണ് പത്തിരിയുടെ സോഫ്റ്റ്നെസ്. ഇത് കണ്ടോ, ബോൾ എന്ന് ഞാൻ പറഞ്ഞില്ല, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ശരിക്കും അത് പൊങ്ങി നല്ല ബോൾ മാതിരി ഇരിക്കും പത്തിരി. അപ്പോൾ സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ അധികം ഇങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോൾ അത് ഹാർഡായിട്ടാണ് നമുക്ക് കിട്ടുക. നോക്കൂ, അടിപൊളി പത്തിരി ഉള്ളിവാട്ടിയതും റെഡിയാണ്. ഉള്ളിവാട്ടിയത് നല്ല കളറുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് മുട്ട റോസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചിക്കൻ മസാലയും എരിവും ഒക്കെ ചേർക്കണം. കാരണം ചെമ്മീനും ഒരു ചെറിയ മധുരമാണല്ലോ. കണ്ടോ, പത്തിരി നല്ല സോഫ്റ്റാണ്. പത്തിരിയും ഉള്ളിവാട്ടിയതും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.